Hi, hello, assalamu alaikum. Welcome back our channel My Tricks and Tips. ഞാൻ നിങ്ങളോടൊപ്പം സീനത്ത് സലീം ഫ്രം കാലിക്കറ്റ്. ഇന്ന് നമ്മൾ ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പൂരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നാനിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. പുതിയതായിട്ട് നമ്മുടെ ചാനലിൽ 2 ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. രണ്ടും കറികളുടെ റെസിപ്പിയാണ്. കാരണം മോർണിംഗിലും നമുക്ക് നൈറ്റിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല 2 കറികളുടെ റെസിപ്പീസാണ്. അപ്പോൾ നിങ്ങൾ ചാനലിലൊന്ന് പോയിട്ട് അതൊന്ന് കാണുക. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് പനീറാണ്. അപ്പോൾ 250 ഗ്രാം പനീർ വേണം, 150 ഗ്രാം തക്കാളി വേണം, പിന്നെ കുറച്ച് കാഷ്യൂനട്ട് വേണം, 300 ml പാല് വേണം. പിന്നെ നമുക്ക് ക്രീം ഉണ്ടെങ്കിൽ ക്രീം യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ പാൽപ്പാട യൂസ് ചെയ്താലും മതി. ഞാനിവിടെ പാൽപ്പാടയാണ് യൂസ് ചെയ്യുന്നത്. അത് 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ എടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് ഓയിൽ വേണം. വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല. ഇതിന് വെജിറ്റബിൾ ഓയിൽ തന്നെയായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. പിന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഷാഹി പനീർ മിക്സാണ്. സുഹാന കമ്പനിയുടെ ഒരു പനീർ മിക്സാണിത്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള മിക്സുകളാണ് ഈ ഒരു കമ്പനിയുടെ അത് വരുന്നത്. ഇതിന് 50 ഗ്രാമിന് 40 റുപ്പീസാണ് പുറത്ത് റേറ്റ് വരുന്നത്. അപ്പോൾ ഇതേ കമ്പനി തന്നെ കിട്ടുകയാണെങ്കിൽ ഇത് തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഷാഹി പനീറാണ്. അപ്പോൾ ടൊമാറ്റോ പ്യൂരിയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ടൊമാറ്റോയുടെ പുറത്തുള്ള തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ കത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് തൊലി കളഞ്ഞതാണ്. ഇത് തന്നെ നമുക്ക് നല്ല ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ തൊലി പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ പനീർ നല്ലപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ടൊമാറ്റോ മിക്സിയിലിട്ട് നല്ലപോലെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ 300 ml പാലെടുത്തിട്ടുണ്ട്. കാഷ്യൂനട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇടാം. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം, കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് ഇട്ടാൽ മതി. നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പനീർ മിക്സ് ഉണ്ടല്ലോ, ഷാഹി പനീർ മിക്സ്, ഈ പൗഡർ ഒരു പാത്രത്തിലിട്ടിട്ട് നമ്മൾ എടുത്ത് വെച്ച പാലിൽ നിന്ന് ഒരു 100 ml പാല് യൂസ് ചെയ്തിട്ട് അത് നല്ലപോലെ കട്ടയില്ലാതെ നമുക്ക് കലക്കിയെടുക്കണം. ഇതേപോലെ ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ ഒന്ന് കലക്കി മാറ്റി വെക്കാം. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെക്കാം. പാന് നല്ലപോലെ ചൂടായതിന് ശേഷം ഇതിൽ 1.5 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ നമുക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇതൊന്ന് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. ഈ കുറച്ച് എണ്ണയൊക്കെ ഇടുന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ കരിയാതെ സൂക്ഷിക്കണം. ഇപ്പോൾ അതാ നമ്മുടെ കാഷ്യൂനട്ട് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമ്മുടെ ടൊമാറ്റോ പ്യൂരി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഇളക്കി കൊടുക്കാനായിട്ട്. ഇളക്കി നമ്മൾ ഇതിൻ്റെ പച്ചമണം മുഴുവനായിട്ട് മാറുന്നത് വരെ, എണ്ണ തെളിഞ്ഞ് വരുന്ന ആ ഒരു ടൈം വരെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിനെ കുക്ക് ചെയ്തെടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റോളം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം മിക്സാക്കി വെച്ചിട്ടുള്ള ഷാഹി പനീർ മിക്സാണ് ഇനി ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇത് ഒഴിച്ച ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 3 മിനിറ്റോളം ഇത് കുക്ക് ചെയ്യണം. നല്ലപോലെ കൈ വിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതൊരു തിക്ക് കൺസിസ്റ്റൻസിയിലായിരിക്കും ഈ ഒരു 2 മിക്സും കൂടെ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുക. ഇപ്പോൾ ഇതാ ആ ഒരു ടൊമാറ്റോ പ്യൂരിയും ഈ ഒരു മിക്സും നല്ലപോലെ ജോയിൻ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ചെറുങ്ങനെ ഒന്ന് തള വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പനീർ ഇട്ട് കൊടുക്കാം. പനീർ നമ്മൾ ക്യൂബായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കഴുകിയെടുക്കണം കേട്ടോ. അതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. പനീർ ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് അടിയിലൂടെ ഇളക്കി നല്ലപോലെ മിക്സാക്കി കൊടുക്കണം. ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മുടെ തീ ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഉള്ളത്. അപ്പോൾ അടി കരിയാതെ പ്രത്യേകം സൂക്ഷിക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടാലും കുഴപ്പമില്ല, ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. അപ്പോൾ ഇത് മിക്സ് ആയതിന് ശേഷം, അതായത് 1-2 മിനിറ്റ് നേരം നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 300 ml പാലാണ് നമ്മൾ ടോട്ടൽ ഇതിൽ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത്രയും തിക്കായിട്ടുള്ള കറി വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 50 മില്ലി പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ
നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് മല്ലിയില ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ടും കൂടെ ഇട്ടതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ഒരു കുഞ്ഞു ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അതിൻ്റെ കൂടെ ഓൾ കൂടി പ്രസ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ, അസ്സലാമു അലൈക്കും.